ദ്യാസ് റെസിപ്പിയിൽ ഇത് ജിജിയാണ്. ഇന്നൊരു ചെറിയ ഗാർഡനിങ് വീഡിയോ ആണ്. ഇവിടെ സമ്മറൊക്കെ ആയി തുടങ്ങിയോടെ ചെറിയ രീതിയിലൊക്കെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുകയാണ്. ഇനി ഇവിടെ തണുപ്പൊന്നും ഉണ്ടാവില്ല. ഇനി 3-4 മാസം വളരെ നല്ല കാലാവസ്ഥയായിരിക്കും. ഞാനിന്ന് കടയിൽ പോയിട്ട് കുറച്ച് ചെടികളൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. ചെടികളൊക്കെ വാങ്ങി വന്നിട്ട് ഞാൻ പെട്ടെന്നൊരു ഊണ് ഉണ്ടാക്കി. ഒരു സാധാരണ ഊണ്. ഇപ്പം മത്തിയൊക്കെ പുറത്തുനിന്നാണ് പൊരിക്കുന്നത്. കാരണം നല്ല കാലാവസ്ഥയായതുകൊണ്ട് വീടിനകത്ത് മത്തിയൊന്നും വറുത്തതിൻ്റെ മണമൊന്നും വരണ്ട. ചോറും സാമ്പാറും തോരനും മത്തി പൊരിച്ചതൊക്കെ കൂട്ടി ഒരു നാടൻ ഊണ് ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് ബാക്കിയുള്ള സമയം ഗാർഡന് വേണ്ടി സ്പെൻഡ് ചെയ്യാണ്. വീടിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് നിറയെ ആലിയം പൂത്ത് നിൽപ്പുണ്ട്. ഇത് ഏർലി സ്പ്രിങ്ങിൽ തന്നെ ഫ്ലവർ ചെയ്യുന്നൊരു പ്ലാന്റാണ്. പഴയ ഹൗസ് ഓണേഴ്സ് വെച്ച് പിടിപ്പിച്ചതാണിത്. വീടിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെയുള്ള ഫ്ലാഗ് സ്റ്റോൺ ആയിട്ടേക്കുന്നത്. ഈ ഫ്ലാഗ് സ്റ്റോണിൻ്റെ ഇടയ്ക്കൊക്കെ നിറയെ പുല്ല് വളർന്നിട്ടുണ്ട്. നമ്മളിത് മെയിൻറ്റെയിൻ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ സാൻഡൊക്കെ ഒലിച്ചു പോയിട്ട് സ്റ്റോണൊക്കെ ഒന്ന് ഇളക്കി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഈ ഇടയ്ക്കുള്ള പുല്ലൊക്കെ ഒന്ന് പറിച്ച് കളഞ്ഞിട്ട് ഈ ഇടയ്ക്ക് ഞങ്ങൾ കുറച്ച് സാൻഡൊക്കെ ഇട്ടൊന്ന് ഫില്ല് ചെയ്ത് സ്റ്റോണൊക്കെ ഒന്നും കൂടെ സ്റ്റഡി ആക്കാമെന്ന്. അതാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. വീടിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് ഇൻബിൽറ്റ് ആയിട്ടുള്ള 2 പ്ലാന്റർ ഉണ്ട്. ഒരു സൈഡിൽ നല്ലതുപോലെ സൺലൈറ്റ് കിട്ടുന്ന സ്ഥലമാണ്, മറ്റേ സൈഡിൽ അത്രയും വെളിച്ചമില്ല. പക്ഷെ ഞാനതുകൊണ്ട് അവിടെ 2 സൈഡിലും പെറ്റൂണിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെടി, ഫ്ലവറിങ് പ്ലാന്റ് ആണ്, അത് വാങ്ങി പിടിപ്പിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഇത് വളരുകയും ചെയ്യും. ആ കൂടെ ഇവിടെ 3 മാസമല്ലേ സമ്മറുള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് വളരുകയും ചെയ്യും. പൂത്ത് കാണാൻ നല്ല ഭംഗിയുമാണ്. അപ്പോൾ അത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ വെച്ച് പിടിപ്പിക്കുകയാണ്. ഇതിൻ്റെ നടുക്കായിട്ട് ഞാൻ കുറച്ച് ലില്ലി, അത് പെരിനിയൽ പ്ലാന്റ് ആണ്, അത് ഓൾറെഡി കഴിഞ്ഞ വർഷം നട്ടതാണ്. ഗാർഡനിങ്ങിനെ പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലാത്തത് കൊണ്ട് എന്തെങ്കിലും ഒരു ചെടി വെക്കണ്ടേന്ന് വിചാരിച്ച് ആദ്യം കൊണ്ട് ലില്ലിയൊക്കെ പിടിപ്പിച്ചു. ലില്ലിയൊക്കെ എല്ലാ വർഷവും ഉണ്ടായി വരും കേട്ടോ. പുല്ലുകളൊക്കെ പറിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി പുല്ല് വളരാതിരിക്കാൻ വേണ്ടിയിട്ട് വീഡ് കില്ലർ എന്ന് പറഞ്ഞിട്ട് ഒരു സൊല്യൂഷൻ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അത് മേടിച്ചു. അതെല്ലായിടത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. അത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് മണലിടുന്നത്. മണലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കല്ലുകളൊക്കെ ഒന്ന് ഗ്യാപ്പൊന്നും ഇല്ലാതെ ഫില്ല് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് മണലിട്ട് സ്റ്റഡിയാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. നാട്ടിൽ ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ പണികളുണ്ടെങ്കിൽ നമ്മളത് പുറത്ത് കൊടുത്തിട്ട് ആളെ കൊണ്ട് ചെയ്യിപ്പിക്കും. പുല്ല് വെട്ടാനാണെങ്കിലും വേറെ എന്തെങ്കിലും ചെറിയ പുറത്ത് പണികളൊക്കെ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും ഇതുപോലെ തന്നെയാണ്. ഗാർഡനിങ് ആണെങ്കിലും ഇതുപോലെ ടൂൾസ്, എല്ലാ ടൂൾസും അവൈലബിൾ ആയിട്ടുള്ള കടകളുണ്ട്. അവിടെ പോയി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുക. നമുക്കറിയാത്ത കാര്യങ്ങളാണെങ്കിൽ ഇതുപോലെയുള്ള യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ട് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് നമ്മൾ ഒരു ഐഡിയ വെച്ചിട്ട് അങ്ങ് ചെയ്യുകയാണ്. എൻ്റെ വീടിൻ്റെ സൈഡിലൊക്കെ മരങ്ങളുള്ളത് കാരണം ഫുള്ള് സൺ കിട്ടുന്ന ഒരു സ്ഥലമല്ല. ചില സ്ഥലങ്ങളിലൊക്കെ തീരെ വെളിച്ചം കുറവാണ്. അതുകൊണ്ട് ആ സൈഡിലൊക്കെ ഞാൻ ഈ ഹോസ്റ്റ എന്ന് പറഞ്ഞ ചെടി പിടിപ്പിക്കുകയാണ്. ഇത് ഷെയ്ഡ് പ്രിഫർ ചെയ്യുന്ന, പാർട്ട്ലി ഷെയ്ഡായിട്ടുള്ള സ്ഥലത്ത് നന്നായിട്ട് വളരുന്ന പെരിനിയലാണ് ഈ ഹോസ്റ്റ.
ചെടി നട്ട് പിടിപ്പിച്ചിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിൻ്റെ ചുറ്റുമൊക്കെ നമ്മൾ മൾച്ചിട്ട് കൊടുക്കുകയാണ്. നമ്മുടെ നാട്ടിലെ അറക്കപ്പൊടിയില്ലേ, തടി ചീകി കിട്ടുന്ന സാധനം, അതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം അതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കളകൾ വളരില്ല, ലോ മെയിൻ്റനൻസ് ആയിരിക്കും. നാട്ടിൽ പക്ഷേ ഞാൻ ഈ മൾച്ചിടുന്ന പരിപാടി കണ്ടിട്ടില്ല, എനിക്കറിയില്ല കേട്ടോ അതുണ്ടോയെന്ന്. ഇവയൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു കരിനീരാണ്, പാർട്ട്ലി സണ്ണ് അല്ലെങ്കിൽ പാർട്ട്ലി ഷെയ്ഡായിട്ടുള്ള സ്ഥലത്ത് നന്നായിട്ട് വളരും. വിൻ്റർ ആകുമ്പം ഈ ചെടി നശിച്ചു പോകും. പക്ഷെ നെക്സ്റ്റ് സ്പ്രിങ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഇതിൽ നിന്ന് മുള പൊട്ടിയിട്ട് വീണ്ടും ഇത് നന്നായിട്ട് കിളിർത്ത് വരും. അപ്പോൾ ഇത് തണലൊക്കെ ഉള്ള സ്ഥലത്ത് നടാൻ പറ്റിയൊരു ചെടിയാണ്. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിയാസ് റെസിപ്പി.